ഹായ്, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ തന്നെ പല പ്രമുഖർക്കെതിരെയും ഉയർന്നിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളാണ്. അതിലിവിടെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് കൊല്ലം MLA ആയിട്ടുള്ള മുകേഷ്. യുവാക്കളിൽ ഇന്ന് ഏറെ സ്വാധീനം ചെലുത്തുന്ന സിനിമാ മേഖലയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്തിട്ടുള്ള മുകേഷ് കൊല്ലം മണ്ഡലത്തിലെ ഒരു MLA കൂടി ആയതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിനെതിരെ 3 സ്ത്രീകളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നാണ് മുകേഷ് ആവശ്യപ്പെട്ടുവെന്നാണ് ഒരാൾ ആരോപിച്ചിരിക്കുന്നത്. അത് സാധാരണ ഒരു വ്യക്തിയൊന്നുമല്ല, ഒരു നടിയാണ്. പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മുകേഷിന്റെ സുഹൃത്തായിട്ടുള്ള നടിയുടെ വീട്ടിലെത്തിയ മുകേഷ് അവരുടെ അമ്മയെ കയറി പിടിക്കുവാൻ ശ്രമിച്ചെന്നും അവർ മുകേഷിനെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചെന്നും സന്ധ്യ എന്ന് പറയുന്ന ഒരു സിനിമാ നടി മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുകയാണ്. മുകേഷിനെതിരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉന്നയിച്ചിട്ടുള്ള മീറ്റു ആരോപണം ഹേമ കമ്മിറ്റി ചർച്ചയായിട്ടുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീ വീണ്ടും ആരോപിച്ചിട്ടുമുണ്ട്. നിങ്ങൾ നോക്കൂ, മലയാള സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന 3 സ്ത്രീകൾ പൊതുസമൂഹത്തോട് വളരെ കൃത്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഈ ലൈംഗിക ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു സിനിമാ നടനെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA കുറിച്ച് കൂടെയാണ്. മുകേഷിനെതിരെ ഇതിനു മുമ്പും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം സ്വന്തം ഭാര്യയിൽ നിന്നും ഉണ്ടായതാണ്. മുകേഷിന്റെ മുൻ ഭാര്യ പറയുന്നത് ഇങ്ങനെയാണ്: അതായത്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു. എനിക്ക് സംഭവിച്ചത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് മുകേഷിനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിലേക്ക് ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടുകൊണ്ട് ഞാൻ മറിഞ്ഞു വീണ സമയത്ത് നീ നല്ല സിനിമ നടിയാണ് എന്നാണ് മുകേഷ് പറഞ്ഞത്. അതായത്, ചവിട്ടുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മറിഞ്ഞു വീണ സമയത്ത് കരഞ്ഞപ്പോൾ മുകേഷ് പറഞ്ഞത് നീ നല്ല നടിയാണ് എന്നാണ്. മദ്യപിച്ച് വന്ന് ക്രൂരമായിട്ട് എന്നെ മർദ്ദിക്കുമായിരുന്നുവെന്ന് മുൻ ഭാര്യ പറയുന്നുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം. അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ഇപ്പോഴും ഒരു MLA ആയിരിക്കുവാൻ? അല്പമെങ്കിലും ഒരു ധാർമ്മിക ബോധം അദ്ദേഹത്തിൽ ഉണ്ട് എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ MLA സ്ഥാനം രാജിവെച്ചിട്ട് അന്വേഷണം നേരിടുകയല്ലേ വേണ്ടത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരാളുടെ വളർച്ചയിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ വളർച്ചയ്ക്ക് സഹായം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മുകേഷിനെ പോലെയുള്ള ആളുകൾ. അവിടെയാണ് മുകേഷ് ചെയ്തിരിക്കുന്നത്. അമ്മയിലേക്ക് അംഗത്വം ചോദിച്ചു വരുന്ന ഒരു നടിയെ കൂടെ കിടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഒരാളുടെ അവസ്ഥയെ മോശമാകുന്ന സമയത്ത് ആ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ആ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മുകേഷ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് പറ്റിയ പരിപാടിയല്ല. അദ്ദേഹം രാജിവെക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പല സിനിമാ നടന്മാർക്കെതിരെയും ഈ ആരോപണങ്ങൾ വരുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെളിഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഇവർക്ക് കിട്ടണം. ഇനി അതല്ല, ഇവർ നിരപരാധികളാണ്, വെറുതെ ഒരു ആരോപണങ്ങൾ മാത്രമാണ് എങ്കിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് പറയുകയല്ല. പക്ഷെ ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മുകേഷ് MLAയിൽ നിന്നും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.